ദുന്യാവിന്റെ എല്ലാ ഭാഗത്തും പോകണം എന്തിനാ? അയാളോട് എല്ലാവർക്കും ദേഷ്യം. അപ്പൊ മെന്നാന്ന് വിളിച്ചു നോക്കിയോ അയാൾ എവിടെയോട് മൊറോക്കൂല. പിന്നെ വിളിച്ചു നോക്കും, പിന്നെ കാണുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിൽ. ഇബ്രാഹിം സാഹിബ് എവിടെ എത്തിപ്പാ? മന്ത്രിയായോ? CM-നെ പിടിച്ചവര് മോനാകൂല. എന്നെ പിടിച്ച് വേറും വേദം പേടിക്കണ്ടെന്ന് മീന്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ എല്ലാ മഹാന്മാരും വന്നു. എനിക്ക് കഴിയൂല, പറയാനും അറിയില്ല. CM-ന്റെ മതി നമ്മളെ തങ്ങൾ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗം അതാ ഇതുവരെ നടന്നത്. ഇവിടെ കൂടി ആളുകൾ ഞാൻ വരുമ്പം പോകാനും വരാൻ കഴിഞ്ഞില്ല. അത്ര ആളാ. ഞാനൊരു പാർട്ടി ഓതിയിലായിരുന്നു. യാസീൻ ഓതി വരക്കാൻ അവിടെ പറ്റൂല, അത്ര തിരക്കായതുകൊണ്ട് പാർട്ടി അവരെ വർക്കത്തുകൊണ്ട് നമ്മളെയും പ്രദേശമെല്ലാം നിർത്തിട്ട് ഞാൻ പോയിട്ട് ഉള്ളാത്തെത്തുമ്പോൾ പാസ്പോർട്ടും അവിടെ ഉണ്ടാകണം. ഞാൻ ഒരുത്തരോട് ചോദിക്കണ്ടല്ലോ. എന്നത് എന്തെങ്കിലും കാണാതായ ഞാനെന്താ ചെയ്യുന്നറിയോ? എനിക്കൊരു പാപ്പുണ്ട്, ഇന്നമ്മന്റെ പാപ്പല്ല, അപ്പൊ കൊന്നാരല്ലേ. കുഞ്ഞുള്ള തങ്ങൾ മൂപ്പരെ വിളിക്കരുത്. മൂപ്പരെ വേണ്ടി നിർച്ചാക്കും. ഒരു ഫാത്തിയെ ഒരു യാസീനോ നിർത്തിയാക്കി അത് ഓതി കഴിയണതിന് മുമ്പ് ആ സംഗതി കിട്ടും. ഇത് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ട് ഓരോ വലിയ ഔലിയാക്കന്മാരായി. ഓരോ വലിയ ഔലിയാക്കന്മാരെത്തി കാണാതായ വർത്താനം എന്താ പറഞ്ഞത്? കുഞ്ഞുള്ള പാപ്പ, തങ്ങളെ കുഞ്ഞുള്ള പാപ്പ എന്നാണ് ഞാൻ പേരിൽ ഫാത്തിയെ യാസീനോട് വല കഴിച്ചു. ഞാൻ പിന്നെ ഓതട്ടെ എന്ന് പുതിയ തോന്നിട്ടുണ്ടാക്കണത് എനിക്കത്ര കിട്ടണില്ല. ഒരു യാസീൻ ഞാൻ ഓതി നിർത്തിയാക്കി വെച്ചിട്ട് പോകാനാവുമ്പോൾ കിട്ടിയാൽ മതിയല്ലോ. അള്ളാഹു എത്തിക്കട്ടെ. അവൻ നിങ്ങളെല്ലാം വേർക്ക് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നമ്മൾ ജിയാറത്ത് മരിക്കണവരെ പോകാനും അതിന് ആഫിയത്തും അള്ളാഹു തരട്ടെ. അതിനല്ലാതെ വേറെന്തിനാ നിൽക്കുന്നത്? എന്നെ സംബന്ധിച്ചോളം എന്റെ വയസ്സുള്ളവർ ഇവിടെ ഉണ്ടാവുമെന്നറിയില്ല. അല്ലോ ഇല്ല, അയാൾക്കൊക്കെ വളരെ കുറഞ്ഞ വയസ്സാണ്. എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇത്ര വയസ്സ്, അത്ര വയസ്സ്, ഇത്ര വയസ്സ്. നിന്റെ വയസ്സ് നിങ്ങൾക്ക് അടുത്ത് അറിയില്ല. അറിയോ? ചില കുറച്ച് ആസ്തി പറയും, ചില കുറച്ച് കുറഞ്ഞു പറയും. അതൊന്നും ശരിയായ വയസ്സല്ല. പക്ഷെ വയസ്സ് ഏറ്റിയും കുറഞ്ഞും പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇരുള് പോലെ പറയണ്ടെന്നാ. വയസ്സ് ഉള്ളതുപോലെ പറയുന്നത് കുറച്ച് പറയണം. 100 വയസ്സായ എനിക്ക് 100 വയസ്സായെന്ന് പറയണ്ട. പിന്നെ 70 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. 70 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് തെറ്റുണ്ട് എന്ന മുതൽ പറയണമെന്ന. CM വലിയുള്ളാഹി മഹാനവറുകൾ വല്ലാത്ത ആളാണ്. അവരെ ബർക്കത്ത് നമുക്ക് കിട്ടിയാൽ തന്നെ മതി, ആരതും വേണ്ട. അതിനല്ല ഈ ആളൊക്കെ കൂടിയത് നമ്മളവരെ പ്രശ്നം കേൾക്കാനട്ടാ. അതൊന്നുമല്ല. CM വലിയുള്ളാഹിന്റെ ആണ്ടാണല്ലോ, അതിന് നമ്മൾ പോവുക. അവരെ മരിച്ചപ്പോൾ ഞാൻ എത്തിയതെത്ര കുതിരത്തെന്നറിയുങ്ങൾ? ഞാൻ ഉള്ളാളത്തുള്ള ഞാനെങ്ങനെ ഇവിടെ എത്തുക? ഞാൻ കാഞ്ഞങ്ങാട് വന്നെന്തോ ഒരു ആവശ്യത്തിന്. അത് അവിടെ നിന്ന് നേരെ സ്റ്റേഷനിൽ കാത്തു ടിക്കറ്റ് എടുത്തിട്ട് അപ്പോ ഒരാൾ വന്ന് പറഞ്ഞ് CM മരിച്ചു വയ്ക്കണം. ഉടനെ ഉണ്ടാക്കി നേരെ കോഴിക്കോട്ടേക്ക് കയറി. കോഴിക്കോട്ട് കയറി നോക്കുമ്പോ അവിടുന്ന് മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു മടവൂരി. മേം കാറ് പിടിച്ച് ഇങ്ങോട്ട് വന്നു. അല്ലാഹു എത്തിച്ചതാണത്. അങ്ങനെ എല്ലാ സംഗതി ഓനാക്കിയാലേ നമ്മളെ കൊണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നല്ലത് ചെയ്യാനും ചീത്തത് ഉപേക്ഷിക്കാനും ഉള്ള തൗഫീഖ് അള്ളാഹു അവരെല്ലാം ബർക്കത്തുകൊണ്ട് നമുക്ക് ചെയ്തു തരട്ടെ. വല്ല ഇൽമിന്റെയോ ദിക്റിന്റെയോ മനസ്സ് കണ്ടാൽ ആ കണ്ട മലക്കുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും, ഹരുമ്മു ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സംഗതി ഇവിടെയുണ്ട് എന്ന്. അങ്ങനെ ഒന്നാം ആകാശം മുട്ടുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകൾ നിലപ്പൊതിയും. അത് ചെറിയ മജ്‌ലിസൊന്നുമല്ല. പിന്നെ സംശയം കിംശൊന്നും. അത് ദുന്യാവൊരു സംശയം, ഇന്നല്ല അന്നും ഇന്നും ഖിയാമം വരെയുന്ന സംശയം ഉണ്ടാകാറില്ല. സംശയക്കാർ സംശയിച്ച് പോയിക്കോട്ടെ എന്നല്ലാതെ നമ്മളതിന്റെ പിന്നാലെ നോക്കണ്ട.
അതുകൊണ്ട് അല്ലാഹു നമ്മളെ അവന്റെ പൊരുത്തപ്പെട്ട അടിമകളാലാക്കി തരട്ടെ. അപ്പൊ നമുക്ക് വല്ല കിബറോ റുജുബോ വല്ലതും വന്നുപോയാൽ അതിനേക്കാൾ വലിയ അപകടം വേറൊന്നില്ല. തവാള് എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്ക. അങ്ങനെ ആവുമ്പോ നിന്റെ ബുദ്ധി എന്താ? ഞാൻ ആ തലാന്റെ അടുക്കുന്ന ഇരിക്കേണ്ട ആളാണ്, ചേരിസ് ഇരിക്കേണ്ട ആളാണ്,